hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Thank you, Lord, thank you, Father, thank you, Lord. Hallelujah, 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 hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. Praise the Lord, praise the Lord. Hallelujah, 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 hallelujah. Thank you, Lord, thank you, Lord. Hallelujah, hallelujah. Praise the Lord, praise the Lord. Hallelujah, hallelujah. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നലെ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനവുമായി റോസ് ഫാമിലി FVBയിൽ കടന്നു വരുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി പ്രാരംഭത്തിൽ തന്നെ സകല മാനവും മഹത്വവും ഞാൻ കർത്താവിനെ അർപ്പിക്കുന്നു. എന്നെ ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയും റോസ് ഫാമിലി പ്രവർത്തനങ്ങളുടെ പിൻപിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശേഷദാസി റോസ്ലിൻ ആൻറ്റി പ്രിയ കുടുംബത്തോടുള്ള നന്ദിയെ പ്രാരംഭ സമയത്തിൽ അറിയിക്കുകയാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മളൊക്കെ ആയിരിക്കുന്ന മേഖലകളിൽ അനുഭവിച്ചറിയുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ വചനധ്യാനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വചനത്തിലൂടെ നമ്മോട് സംസാരിക്കേണ്ടതിനോ നമുക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ കർത്താവ് നൽകേണ്ടതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങൾ നല്ല ദൈവമേ, സ്തുതിക്കുന്ന നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന അങ്ങയുടെ സന്താനത്തിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ കർത്താവ് നൽകണമേ. മാനുഷികമായ ഒരു ശബ്ദമല്ല, ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതിനോ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടു സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ദൈവമക്കളോട് ഞാൻ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയ മാറ്റങ്ങൾ, ദൈവത്താൽ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച മാറ്റങ്ങൾ, പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളെക്കുറിച്ച് ദൈവമക്കളോട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ഫിലിപ്പോസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന് 43-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1:43. പിറ്റേനാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് ശിമോനെയും അന്ത്രയോസിനെയും വിളിച്ചു വേർതിരിച്ചിട്ട് അതിൻ്റെ പിറ്റേനാൾ കർത്താവ് ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിക്കുന്ന ഒരു സമയത്താണ് ഫിലിപ്പോസിനെ കാണുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് തന്നെ കണ്ടിട്ട് കർത്താവ് തന്നോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവനായിരുന്നു. അടുത്ത വാക്യത്തിൽ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒരു മനുഷ്യൻ യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട്, അല്ലെങ്കിൽ കർത്താവ് തന്നെ അനുഗമിക്കുവാൻ അവൻ സ്വന്തം ക്ഷണിച്ചിട്ട് താൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന ഒരു മനുഷ്യനാണ് ഫിലിപ്പോസ്. പ്രൈസ് ലോർഡ്. ആ ഫിലിപ്പോസ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, താൻ നഥനയേലിനെ കാണുകയാണ്, മറ്റൊരു വ്യക്തിയെ കാണുകയാണ്. ആ വ്യക്തിയെ ക്രിസ്തുവിലേക്ക് താൻ നയിക്കുകയാണ്. താൻ അവിടെ നഥനയേലിനോട് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിനെ കണ്ടുമുട്ടി കർത്താവ് തന്നോട് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് താൻ ചെയ്യുന്നത് താൻ മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അറിയിക്കുക, അല്ലെങ്കിൽ അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് അവൻ സ്തോത്രം സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഒരു വിഷയമാണ് നമുക്ക് ഫിലിപ്പോസിന്റെ ജീവിതത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. കർത്താവ് തന്നോട് പറയുക, നീ എന്നെ അനുഗമിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത
അടുത്ത വാക്യത്തിൽ തന്നെ പറയുകയാണ്, താൻ നഥനയേലിനെ കണ്ടിട്ട് സ്തോത്രം നഥനയേലിനോട് ആ കണ്ട യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുക. താൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം ഉള്ളിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. മോശ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, പ്രവാചകന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ആ യേശുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഒരു സ്തോത്രം ഹല്ലേലൂയ കാര്യം ഈ ഫിലിപ്പോസ് നഥനയേലിനോട് പറയുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, എത്രമാത്രം നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച്, നമ്മൾ കർത്താവിനെ അറിഞ്ഞിട്ട് ഒത്തിരി നാളുകളായില്ലേ, ഒത്തിരി വർഷങ്ങളായില്ലേ, നമുക്ക് എത്രമാത്രം മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കർത്താവ്, അല്ലെങ്കിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന ആ കർത്താവിനെ ഞങ്ങൾ അറിഞ്ഞു, ആ സത്യം ഞങ്ങൾ അറിഞ്ഞു എന്ന് എത്രമാത്രം നമുക്ക് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. സ്തോത്രം. അതിനുശേഷമായിട്ട് ഈ വ്യക്തി പോയി നഥനയേലിനോട് കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കുക. അപ്പോൾ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. എന്നിട്ട് അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട് ആ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് ഹല്ലേലൂയ ഒത്തിരി അധികം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല. ചിലതിനൊക്കെ നമ്മൾ മറുപടി ഹല്ലേലൂയ പറയാതിരിക്കേണ്ട മേഖലകളിൽ പറയാതിരിക്കണം. സ്വതന്ത്രം. ഒരു മനുഷ്യൻ ചോദിക്കുക യേശു എന്ന നസ്രയത്തുകാരൻ തന്നെയാണെന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ നഥനയേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പോൾ മാനുഷിക ബുദ്ധിയിലാണ് നഥനയേൽ ഇത് ചോദിക്കുന്നത്. നഥനയേൽ ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ, വരാൻ സാധ്യതയുണ്ടോ? ആ സമയത്ത് ഫിലിപ്പോസ് പറയുന്ന ഒരു പദം വളരെ ചിന്തിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു, വന്ന് കാണുക. ഹല്ലേലൂയ. വന്ന് കാണുക എന്ന് പറയുകയാണ്. സ്തോത്രം. അതിനൊരു ആൻസർ അല്ല താൻ കൊടുക്കുന്നത്. സ്തോത്രം. അതങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഞങ്ങളത് അനുഭവിച്ചു, ഇതൊന്നുമല്ല താൻ പറയുന്നത്. താൻ പറയുക വന്ന് കാണുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നൊരു വലിയ ദൗത്യം കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ സ്വർഗാരോഹണത്തിന് മുന്നമേ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല ജാതിയോടും സുവിശേഷം അറിയിപ്പിൻ, സകല ജാതിയോടും കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കണം, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കണ്ടുമുട്ടിയ ഉടനെ തന്നെ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു നല്ല നേച്ചർ, ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒത്തിരി ഭാഗങ്ങളിൽ നമ്മൾ ഈ ഫിലിപ്പോസിനെ കാണുന്നില്ല, എങ്കിൽ പോലും കാണുന്ന ഓരോ ഭാഗങ്ങളിൽ തന്നിലൂടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. തന്റെ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ ഫിലിപ്പോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ദി ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 6 6-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള ഭാഗങ്ങളിൽ ഒത്തിരി വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുകയാണ്, യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ജനം, ഈ പുരുഷാരം യേശുവിന്റെ കൂടെ ചില ദിവസങ്ങളായിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഇവരെ ഞാൻ ഇങ്ങനെ തന്നെ വിട്ടാൽ ഇവർ ഹല്ലേലൂയ വഴിയിലൊക്കെ വഴുതി വീഴാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുത്തു വിടണം. ഇത് മറ്റ് സുവിശേഷങ്ങളിൽ ഇതേ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുക, യേശു തന്നോട് ചോദിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തന്നോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, നമ്മൾ എവിടെ നിന്ന് ഇവർക്ക് വാങ്ങി കഴിക്കുവാൻ കൊടുക്കും എന്നൊരു ചോദ്യമാണ് യേശു ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഫിലിപ്പോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നമ്മൾ ഇവർക്ക് എവിടെ നിന്ന് വാങ്ങിക്കൊടുക്കും? അടുത്ത പദം പറയുകയാണ്, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം. യേശു കർത്താവ് പരീക്ഷിക്കുകയാണ് ഫിലിപ്പോസിനെ. ചില സമയങ്ങളിൽ കർത്താവ് നമ്മുടെയും ജീവിതത്തിൽ നമ്മെ പരീക്ഷിച്ച് ചിലതൊക്കെ ചോദിക്കും. സ്വന്തം. ഇവിടെ യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, നാം ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അടുത്ത പദം, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിലും ചിലതൊക്കെ നമ്മെ പരീക്ഷിപ്പാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളോട് ചോദിക്കും. ചില മേഖലകളിൽ കർത്താവ് നമ്മെ പരീക്ഷിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. 40 ദിവസം കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഈ മിസ്രൈമിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ചെങ്കടലിൽ നിന്ന്, ചെങ്കടൽ അവർ കടന്നിട്ട് അവർക്ക് 40 ദിവസം മാത്രം മതി കനാനിലേക്ക് കടക്കുവാൻ. പക്ഷേ കർത്താവ് അവരെ 40 വർഷം
നടത്തിയതിൻ്റെ കാരണം സ്തോത്രം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അവരെ പരീക്ഷിച്ച് താഴ്ത്തി സ്തോത്രം അവർ കർത്താവിനെ അനുസരിക്കുമോ ഇല്ലയോ, കർത്താവിനെ ഒബേ ചെയ്യുമോ, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ചില പരീക്ഷണ കാലഘട്ടത്തിലൂടെ കർത്താവ് അവരെ വിടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം അതെയാണ്. ഇവിടെ ഫിലിപ്പോസിനെ കർത്താവ് പരീക്ഷിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ ഇവർക്ക് എവിടെ നിന്ന് തിന്മാൻ കൊടുക്കും എന്ന് ചോദിക്കുകയാണ്. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തരെ അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്നുത്തരം പറഞ്ഞു. നോക്കിക്കേ സ്വതം, ഇവിടെ നമുക്ക് അടുത്തതായിട്ട് ഫിലിപ്പോസിന് ഒരു ഗുണം കാണുവാൻ കഴിയുന്നത്, എനിക്ക് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ ഒരു മനസ്സുണ്ട്. പ്രൈസ് ലോർഡ്, അതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, യേശുവിനെ പരിചയപ്പെടുത്തുവാൻ, യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ സത്യത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ ഒരു വാഞ്ച, ഒരു ആഗ്രഹം ഉള്ള വ്യക്തിയായിട്ടാണ് നമുക്ക് ഫിലിപ്പോസിനെ കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഗുണം, ഹല്ലേലൂയ സ്തോത്രം, കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചിലതൊക്കെ ചെയ്യുവാൻ ഒരു വാഞ്ച, ചിലതൊക്കെ ചെയ്യുവാൻ ഒരു ആഗ്രഹം. യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ എവിടെ നിന്ന് ഇവർക്ക് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അടുത്തതായിട്ട് താൻ എടുത്ത് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു റെസ്പോൺസ് പറയുകയാണ്. അല്പമായാലും അവർക്ക് ലഭിക്കേണ്ടതിന് നമ്മൾ 200 പണത്തിന് അപ്പം മതിയാകില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കുറച്ചൊക്കെ ചിന്തിക്കുകയാണ് താൻ. കുറച്ച് കോൺസിക്വൻസസിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് സ്വന്തം എങ്ങനെ നമുക്ക് കൊടുക്കുവാൻ കഴിയും, ചില സാധ്യതകളൊക്കെ താൻ പരിശ്രമിച്ച് കൊണ്ടുവരികയാണ്. എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ കൊടുക്കുവാൻ കഴിയുമല്ലോ, സ്വന്തം നമുക്ക് പരിശ്രമിക്കാം, അല്ലെങ്കിൽ ഇത്രയും അത് മതിയാകത്തില്ല. അപ്പോൾ കുറച്ച് ആ കാര്യത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്ന ഒരു ഫിലിപ്പോസിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശു പറഞ്ഞ ആ വാക്കിന്റെ മുൻപിൽ ചിലതൊക്കെ ഇടയായിത്തീർന്നു. തനിക്ക് കൊടുക്കുവാൻ ഒരു മനസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ കോൺസിക്വൻസസ് തന്നെ അത് അനുവദിക്കുന്നില്ല, സാഹചര്യങ്ങൾ തന്നെ അത് അനുവദിക്കുന്നില്ല. താൻ പറയുകയാണ്, കർത്താവേ അത് മതിയാകത്തില്ല, നമ്മൾ അല്പമായാലും അവർക്ക് കൊടുക്കാൻ 200 കാശിന് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയായാലും അത് മതിയാകത്തില്ല. കുറച്ചുകൂടെ ചിന്തിക്കുവാൻ, ആഴമായ നിലവാരത്തിൽ കർത്താവിൻ്റെ വാക്കുകളെ വില കുറഞ്ഞ് കാണാതെ കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് വില കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യം കേൾക്കുവാൻ ഒരു ആഗ്രഹം ഉള്ള ഫിലിപ്പോസിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം നമുക്കറിയാം, പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അപ്പോൾ പറയും, ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. അവിടെ സംഭവിക്കുന്ന അത്ഭുതമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. ഇതിന്റെ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ വായിച്ചപ്പോൾ യേശു അവനെ പരീക്ഷിച്ചാണ് ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യേശു കർത്താവ് അറിഞ്ഞിരുന്നു കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. പ്രൈസ് ലോർഡ്. പക്ഷേ ഫിലിപ്പോസിനോട് കർത്താവ് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് ചോദിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമുക്ക് ഫിലിപ്പോസിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 12. അവിടെ സ്വതം യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചതായിട്ട് 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ലാസർ തന്നെ കർത്താവിൻ്റെ കൂടെ അവർ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ആഹാരം വിരുന്ന് അവരുടെ ഭവനത്തിൽ ഒരുക്കുന്നതായിട്ടും ലാസർ പന്തിയിൽ ഇരിക്കുന്നതായിട്ടും മാർത്തയൊക്കെ ശുശ്രൂഷിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഈ 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അതിനുശേഷം താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ പല യഹൂദന്മാരും ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ ആ ഒരു വീര്യപ്രവൃത്തി കണ്ടിട്ട് ലാസറിനെ മരിച്ചവരിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് പലരും യേശുവിനെ വിശ്വസിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നിട്ട് ചില യഹൂദന്മാർ കർത്താവിനെ കൊല്ലുവാൻ വേണ്ടി പദ്ധതി ഒരുക്കുന്നതായിട്ടും ആ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കെ സ്വന്തം ഒരു പെരുന്നാളുണ്ട്, യേശുവിനെ അവർ ആലയത്തിൽ അന്വേഷിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഈ ഒരു അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന് 12-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. പ്രൈസ് ലോർഡ്. ഇവിടെ ചില യവനന്മാർ പെരുന്നാളിൽ കടന്നു വന്നവരാണ്, ചില ഗ്രീക്സ്. അവരിൽ ഫിലിപ്പോസിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്. അവർ ബെത്സയിദയിൽ നിന്നുള്ളവരാണ്, അതുകൊണ്ട് തന്നെ അവർ ഫിലിപ്പോസിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ഫിലിപ്പോസിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. എന്നെ ഈ ഭാഗം വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായിരുന്നു. ഈ ഫിലിപ്പോസിന് ഡയറക്റ്റ് യേശുവിൻ്റെ അടുക്കൽ പോയി പറയാം, കാരണം ഫിലിപ്പോസിന്റെ അടുത്ത് വന്ന് ചോദിച്ചത് എന്താണ്, സ്വതം ഞങ്ങൾക്ക് യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിക്കുമ്പോൾ സ്വതം ഡയറക്റ്റ് യേശുവിൻ്റെ അടുക്കൽ പോകാതെ ഈ ഫിലിപ്പോസ് അന്ത്രയോസിന്റെ അടുക്കൽ പോവുകയാണ്. സ്വതം അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിട്ട്, ധൈര്യമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഫിലിപ്പോസിനെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. സ്വതം താൻ അന്ത്രയോസിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു സപ്പോർട്ട്, ഒരു വ്യക്തിയുടെ ഒരു ഹെൽപ്പ്
സ്തോത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അന്ത്രയോസിന്റെ അടുക്കൽ പോവുകയാണ്. അതിനുശേഷം നടക്കുന്നത് അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ ചെന്നിട്ട് യേശുവിനോട് ഈ കാര്യം പറയുകയാണ്. സ്തോത്രം. എന്താണ് ഫിലിപ്പോസിന് തന്നെ പോയി അത് പറഞ്ഞുകൂടെ? കർത്താവ് എന്തെങ്കിലും പറയുമോ? കർത്താവ് ഒന്നും പറയത്തില്ല. പക്ഷേ അവിടെ നമുക്ക് സ്തോത്രം ഒരു ഫിയർഫുൾ പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ലെസ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഫിലിപ്പോസിനെ കാണുവാൻ കഴിയുന്നത്. ഏതൊരു കാര്യത്തിനായാലും താൻ മറ്റുള്ളവരെ ആശ്രയിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ്, മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയായിട്ട് നമുക്ക് പല ഭാഗങ്ങളും ഫിലിപ്പോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് തന്നെ മേൽ വന്നപ്പോൾ കർത്താവ് തന്നെ വ്യത്യസ്തനാക്കി മാറ്റിയെടുത്തു. അവൻ സ്തോത്രം തന്നെ ഒറ്റയ്ക്ക് നിർത്തി കർത്താവ് തന്നിലൂടെ ഒറ്റയ്ക്ക് ചില പ്രവർത്തികൾ ചെയ്തെടുത്തു. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ഈ ഫിലിപ്പോസ് അന്ത്രയോസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അന്ത്രയോസിന്റെ കൂടെ പറഞ്ഞിട്ടാണ് സ്തോത്രം ഈ കാര്യമായിട്ട് യേശുവിന്റെ അടുക്കൽ പോകുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ ഫിലിപ്പോസ് എൻറ്റയർലി മാറുവാനിടയായി തീർന്നു. കർത്താവ് തന്നെ മാറ്റിയെടുത്തു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം തന്നെ നിറച്ചിട്ട് തന്നിലൂടെ ചില ശുശ്രൂഷകൾ അത് സ്തോത്രം ഇൻഡിവിജ്വലായിട്ട് കർത്താവ് ചെയ്തെടുക്കുവാനിടയായി തീർന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശു അവരോട് ചില കാര്യങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ ഈ ഒരു ചോദ്യത്തോടനുബന്ധിച്ച് അവരോട് ചില ഉത്തരങ്ങൾ പറയുന്നതായിട്ടൊക്കെ നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വിഷയമല്ല. പ്രീസ് ലോർഡ്. ഇവിടെ നിന്ന് ഫിലിപ്പോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രീസ് ലോർഡ്, ഫിലിപ്പോസ് he wasn't that much confident. ഒത്തിരി കോൺഫിഡൻ്റ് ഉള്ളൊരു വ്യക്തിയല്ല. പ്രീസ് ലോർഡ്. അന്ത്രയോസിനെ കൂട്ടിക്കൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ പോകുന്നത്. അതേ പുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം സ്തോത്രം നമുക്ക് വീണ്ടും ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ദ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 8. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഈ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ വ്യാകുലപ്പെട്ട ശിഷ്യന്മാർ, ഹൃദയം കലങ്ങിപ്പോയ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് അവരോട് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നാണ്, ഞാൻ പോകാൻ കാര്യസ്ഥൻ വരത്തില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോകുന്നു. പല വാഗ്ദത്തങ്ങൾ, പല കാര്യങ്ങൾ കർത്താവ് അവർക്ക് ദൈവിക ആലോചനയായിട്ട് കർത്താവ് അവർക്ക് നൽകുകയാണ്. സ്തോത്രം. ഈ ആലോചനകൾ കർത്താവ് അവർക്ക് നൽകിയതിന് ശേഷം കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. ഇങ്ങനൊരു പദം കർത്താവ് പറഞ്ഞതിന് ശേഷം അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഫിലിപ്പോസ് ചോദിക്കുന്നത്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വിഷയം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഫിലിപ്പോസ് അന്ന് വരെ കർത്താവിനെ കുറിച്ച് വ്യക്തമായ ഒരു വെളിപ്പാടിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. യേശു കർത്താവ് തന്നോട് ചോദിക്കുന്നത്, നീ എൻ്റെ കൂടെ ഇത്ര നാൾ ഇരുന്നിട്ടും നീ പിതാവിനെ കണ്ടില്ലയോ ഫിലിപ്പോസ് എന്നൊരു ചോദ്യമാണ് കർത്താവ് അവിടെ ചോദിക്കുന്നത്. ഇത്ര കാലം ഞാൻ നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? പ്രൈസ് ലോർഡ്. കർത്താവിനെ വേണ്ടുന്ന രീതിയിൽ അറിയുവാൻ ഫിലിപ്പോസിന് കഴിഞ്ഞില്ല. പ്രൈസ് ലോർഡ്. സ്തോത്രം. തനിക്ക് ലഭിച്ച കർത്താവിനെ കുറിച്ചുള്ള ഒരു അറിവ് എന്നുള്ളത് യേശു ആഗ്രഹിച്ചതുപോലെയുള്ളതല്ലായിരുന്നു. കർത്താവ് ആഗ്രഹിച്ചത് ഇത്ര നാൾ കർത്താവിൻ്റെ കൂടെ നടന്നവർ കർത്താവിനെ കുറിച്ച് എത്രമാത്രം നോളജ് ഉള്ളവരായിരിക്കണം, കർത്താവിനെ കുറിച്ച് എത്രമാത്രം അറിവ് അവർക്കുണ്ടായിരിക്കണം. സ്തോത്രം. എന്നാൽ ആ അറിവിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താത്തൊരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ ഫിലിപ്പോസിനെ കാണുവാൻ കഴിയുന്നത്. കർത്താവോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് സംശയം ഉളവാക്കുന്ന. കർത്താവ് പറയുക, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുക, നീ എവിടേക്ക് പോകുന്നു? ആ സമയത്ത് കർത്താവ് പറയുക, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി കോൺട്രോവേഴ്സീസ്, ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഉള്ള ഒരു അധ്യായമാണ് 14-ാമത്തെ അധ്യായം. അവിടെ ഫിലിപ്പോസിനെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഫിലിപ്പോസ് ആണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. പ്രൈസ് ലോർഡ്. അവിടെ ഫിലിപ്പോസ് പറയുകയാണ്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചില പാഠങ്ങൾ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതേസമയത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് പേഴ്സണായിട്ട് ഫിലിപ്പോസിനെ കർത്താവ് ഉപയോഗിക്കുവാനിടയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ, പ്രൈസ് ലോർഡ്, 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ചില വ്യക്തികളെ
അവൻ സ്വതം ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ ഒരു നിയോഗം ലഭിക്കുന്നതായിട്ടും അതിനു വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങൾ നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാരൊക്കെ ഒത്തിരി പെരുകിയിരിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ പല ദൈവസഭകളിൽ അവൻ സ്തോത്രം ചിലർക്ക് മറ്റുള്ള മേഖലയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല, എല്ലായിടത്തും പോയി പ്രവർത്തിപ്പാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചിലരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെയും വിശ്വാസമുള്ളവരെയും തിരഞ്ഞെടുക്കുന്ന 7 പേരിൽ ഒരു വ്യക്തിയായിരുന്നു ഈ ഫിലിപ്പോസ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഫിലിപ്പോസിന്റെ തലമുറകളെക്കുറിച്ച്, പെൺമക്കളെക്കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നു. അവർ 4 പേരും പ്രവചിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എൻറ്റയർ ട്രാൻസ്ഫോർമേഷനിലേക്ക് കർത്താവ് ഫിലിപ്പോസിന്റെ കുടുംബത്തെയും ഫിലിപ്പോസിനെയും നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പ്രധാനമായിട്ട് 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ തന്നിലൂടെ ഒരു വലിയ പ്രവൃത്തി കർത്താവ് ചെയ്തെടുക്കുകയാണ്. എനിക്ക് ദൈവമക്കളോട് ഇന്ന് പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു കാലഘട്ടത്ത് ഫിലിപ്പോസ് അന്ത്രയോസിനെ ഡിപ്പെൻഡ് ചെയ്തു. ഒരു കാലഘട്ടത്ത് അവൻ സ്വന്തം ഡയറക്റ്റ് യേശുവിൻ്റെ അടുക്കൽ വരാതെ അവൻ സ്വന്തം മറ്റൊരു വ്യക്തിയോട് പറഞ്ഞിട്ട് തന്നെ അപ്രോച്ച് ചെയ്തവർ യേശുവിനെ കാണണം എന്നൊരു ആഗ്രഹത്തോട് അപ്രോച്ച് ചെയ്തവരാ. സ്വന്തം തനിക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ഡയറക്റ്റ് വരാം, പക്ഷെ ആ സമയത്തൊക്കെ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞ് അവൻ സ്തോത്രം ഹല്ലേലൂയ ഒരു അവൻ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് ഫിലിപ്പോസ് നിൽക്കുക. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവ് തന്നിലൂടെ ഒരു വലിയ പട്ടണത്തെ നയിച്ചെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തന്നിലൂടെ ഒരു വലിയ കൂട്ടത്തെ കർത്താവ് പുറത്തെടുക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, അവൻ നമ്മുടെ ജീവിതത്തിലെ വീക്ക്നെസ്സസ്, നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ കർത്താവ് അറിയുന്നുണ്ട്. പ്രീസ് ലോർഡ്. ബലഹീനതകളുടെ മേൽ ദൈവം തന്റെ ശക്തി പകരുന്നത് കർത്താവാണ്. അവൻ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് അവൻ സ്തോത്രം ചില വിഷയത്തിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തനിക്ക് നൽകുന്ന ഒരു ദൈവീക ആലോചനയാണ്. അവൻ സ്തോത്രം കർത്താവ് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ ബലഹീനതകളെ അവൻ സ്തോത്രം മറക്കുവാൻ, അവൻ ബലഹീനതകളിൽ തികഞ്ഞു വരുവാൻ, പിടിച്ചു നിൽപ്പാൻ ഒരു ദൈവകൃപ കർത്താവ് നമ്മുടെ മേൽ പകരും. നമ്മുടെയൊക്കെ വീക്ക്നെസ്സസ് കർത്താവിന് അറിയാം. അവൻ സ്തോത്രം നമ്മുടെ ബലഹീനതകൾ എവിടെയാണ്, ഏത് മേഖലകളിലാണ് നമ്മുടെ ബലഹീനത, ഇത് കർത്താവ് നന്നായി അറിയുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവൻ ഇവിടെ നമുക്കറിയാം ഫിലിപ്പോസ് ഹല്ലേലൂയ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതേ ഫിലിപ്പോസിനെ കർത്താവ് ഒറ്റയ്ക്ക് ഒരു വലിയ പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ചു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരോട് വചനത്തിൽ നിന്ന് അവൻ സ്തോത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവീക അവൻ ആലോചന എന്നുള്ളത് അവൻ സ്തോത്രം ഒറ്റയ്ക്ക് കർത്താവ് നിന്നെ ചില മേഖലകളിൽ അയക്കും. ഒറ്റയ്ക്ക് കർത്താവ് നിന്നെ ചില മേഖലകളിൽ നിർത്തും. പ്രീസ് ലോർഡ്. നിന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ സ്വന്തം നിന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് പുറത്തെടുക്കും. പ്രീസ് ലോർഡ്. എത്ര പേർക്ക് അതിന് ആമേൻ പറയുവാൻ കഴിയും? നമ്മുടെ ജീവിതത്തിലെ സമർപ്പണത്തിന്റെ മുകളിലാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേൻ. ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ ഫിയർഫുൾ ഒരു പേഴ്സൺ ആയിട്ട്, ഭയമുള്ള ഒരു വ്യക്തിയായിട്ട് അവൻ സ്വന്തം ഒന്നും ഫേസ് ചെയ്യുവാൻ, അഭിമുഖീകരിക്കുവാൻ ഒരു ധൈര്യമില്ലാത്ത മനുഷ്യനായിട്ടാണ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ അവൻ സ്വരം താൻ പ്രാപിച്ചപ്പോൾ അവൻ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി തന്റെ മേൽ വന്നപ്പോൾ കർത്താവ് തന്നെ അവൻ സ്വരം എൻറ്റയർലി ഒരു ഡിഫറെന്റ് പേഴ്സണായി മാറ്റിയെടുത്തെങ്കിൽ അവൻ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മിലൂടെയും കർത്താവിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മിലൂടെയും കർത്താവിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. ഈ ലോകത്തിൽ ഒത്തിരി ജ്ഞാനികൾ കാണും. എന്നാൽ ആ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാണ് ഭോഷത്വമായതിനെ കർത്താവ് തിരഞ്ഞെടുത്തത്. യോഗ്യതയില്ലാത്ത നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ കർത്താവ് കൊരിന്ത്യർക്കുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അവൻ ലോകത്തിൽ ഒത്തിരി ജ്ഞാനികളുണ്ട്. അവൻ സ്തോത്രം ഹല്ലേലൂയ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ഇല്ലാത്തതിനെ നികൃഷ്ടമായതിനെ കർത്താവ് തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിലെ അവൻ സ്തോത്രം വീക്ക്നെസ്സസ് കർത്താവ് അറിയുന്നു. യോഗ്യതയുള്ളതിനെ അല്ല അവൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന് ആവശ്യമുള്ളത് സമർപ്പണമുള്ളതിനെയാണ്. സ്തോത്രം ഹല്ലേലൂയ. ടാലൻസ് ഉള്ള വ്യക്തിയല്ല കർത്താവ് നോക്കുന്നത്, സമർപ്പണമുള്ള ഒരു വ്യക്തിയാണ്. സ്വതം നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നോക്കുമ്പോൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെയും കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിഷയം അവരുടെ ആരുടെയും ജീവിതത്തിലെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവ് അവരുടെ സമർപ്പണത്തിന്റെ മുൻപിൽ അവരോടുള്ള ദൈവീക ആലോചനയുടെ മുമ്പിൽ അവർ സമർപ്പിച്ചപ്പോൾ കർത്താവ് അവരെ എടുത്തുപയോഗിക്കാനിടയായി തന്നു. അവർ ചിന്തിക്കാത്ത തലങ്ങളിൽ, അവരൊരിക്കലും അവർക്ക് ഡ്രീം ചെയ്യുവാൻ കഴിയാത്ത, സ്വപ്നത്തിൽ പോലും കാണുവാൻ കഴിയാത്ത മേഖലകളിൽ
മേഖലകളിൽ പരിശുദ്ധാത്മാവ് അവരെ കയറ്റി നിർത്തുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. യിരെമ്യാവ് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവ് തന്നോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, ഞാൻ ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നവരുടെ നടുവിൽ നീ പോകണം. സ്തോത്രം. ഞാൻ കൽപ്പിക്കുന്നത് നീ അവരോട് പറയണം. സ്തോത്രം. എന്താണ് യിരെമ്യാവ് പറഞ്ഞത്? ആമേൻ. ഹല്ലേലൂയ. യിരെമ്യാവ് പറയുകയാണ്, കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞിട്ട്. പക്ഷെ കർത്താവ് പറയുക, നിന്റെ പ്രശ്നം അതാണോ, നിന്റെ വീക്ക്നെസ് അതാണോ? ആമേൻ. നീ സംസാരിക്കേണ്ട, ഞാൻ നിന്നോട് പറയുന്നത് മാത്രം നീ പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ ഈ രാത്രികാലം എത്ര പേർക്ക് കഴിയും? ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ദൈവമക്കളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക സന്ദേശം, നീ പോലും ചിന്തിക്കാത്ത മേഖലകളിൽ നിന്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്തതുപോലെ കർത്താവിന് നിന്നെ എടുത്തുപയോഗിക്കാൻ കഴിയും. നിന്റെ ജീവിതത്തിലെ ഒരു ഒറ്റ സമർപ്പണം മതി. ആമേൻ. സ്തോത്രം. കർത്താവിന് ചില ട്രാൻസ്ഫോർമേഷൻസ് നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നാളുകളായി എന്നോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ആമേൻ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും എൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ആ വാതിലൊന്ന് തുറക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. നമുക്ക് ആ ദൈവശബ്ദം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മൾ വാതിൽ തുറക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, നമ്മൾ വാതിൽ തുറന്നില്ല എങ്കിൽ, നമ്മൾ കർത്താവിനൊരു സ്തോത്രം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സമർപ്പിച്ചില്ല എങ്കിൽ, നമ്മിലൂടെ കർത്താവിന് ഒന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ല. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ വ്യക്തിത്വത്തെയും സമർപ്പിച്ചവരെ മാത്രമേ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ശമൂവേൽ ചിന്തിക്കുക, ഏലിയുടെ ശബ്ദമാ. പക്ഷേ തനിക്കും സ്തോത്രം. ഹല്ലേലൂയ. ഏലി പറഞ്ഞു കൊടുത്തിട്ട് തനിക്ക് മനസ്സിലായപ്പോൾ താൻ സമർപ്പിച്ചു, കർത്താവേ, അടിയനിതാ, ഞാൻ കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ശമൂവേൽ പറയാത്തിടത്തോളം കാലം ശമൂവേലെ ആ ഒരു ശബ്ദം അവിടം കൊണ്ട് മാത്രം നിൽക്കും. പക്ഷെ സമർപ്പിച്ച അതേ നിമിഷത്തിൽ കർത്താവ് തന്റെ ആലോചനകൾ തന്നോട് പറയുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഒന്ന് സമർപ്പിപ്പാൻ കഴിയട്ടെ. കർത്താവേ, അടിയനിതാ, ഐ എം അവൈലബിൾ ഫോർ യു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി അവൈലബിൾ ആണ്. ഞാൻ കർത്താവിന് വേണ്ടി സ്തോത്രം റെഡിയാണ്. കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രികാലം ഒരു സമർപ്പിക്കുന്ന കൂട്ടം ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. സമർപ്പണത്തോടെ, കർത്താവെ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ. ഹല്ലേലൂയ. ദേശത്തെക്കുറിച്ചുള്ള ദൈവിക ആലോചനകൾ, ആമേൻ. സ്തോത്രം. സഭയെക്കുറിച്ചുള്ള ദൈവിക ആലോചനകൾ, പട്ടണത്തെക്കുറിച്ചുള്ള ദൈവിക ആലോചനകൾ, കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക ആലോചനകൾ, ആമേൻ. രാജ്യത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ, ദൈവിക ഇടപെടലുകൾ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ദൈവിക പദ്ധതികൾ, കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രികാലം സമർപ്പിപ്പാൻ കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. നമുക്ക് ഏലിയാവിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷയം, താൻ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഒരു യോഗ്യതയില്ല. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, തിഷ്ബിയിൽ നിന്ന് തിഷ്ബ്യനായ ഏലിയാവ്. തന്റെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, തന്റെ കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ അരുളപ്പാട് തന്നോടുണ്ടായി, നീ രാജകൊട്ടാരത്തിന്റെ അകത്ത് കയറി ചെല്ലണം. നീ അവിടെ കയറി ചെന്നിട്ടോ നീ അവിടെ പ്രവചിക്കണം. ഹല്ലേലൂയ. നീ പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. എത്ര ധൈര്യത്തോടൊരു മനുഷ്യൻ കൊട്ടാരത്തിനകത്ത് കയറി ചെല്ലുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു രാജാവിന്റെ മുൻപിൽ ചെന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം, യോഗ്യത ഇല്ലാത്ത ഒരു ഏലിയാവിനെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മിലൂടെ ഒത്തിരി പ്രവൃത്തികളെ കർത്താവിന് ചെയ്തെടുക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഫിലിപ്പോസിനെ കർത്താവ് എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ ആക്കി മാറ്റുകയാണ്. ഒരു കാലഘട്ടത്ത്, ഒരു സമയത്ത് അന്ത്രയോസിന്റെ കൂടെ യേശുവിന്റെ അടുക്കൽ ചെല്ലുക. ഒരു കാലഘട്ടത്ത് താൻ അന്ത്രയോസിന്റെ കൂടെ കർത്താവിന്റെ അടുക്കൽ പോലും പോകുവാനൊരു ധൈര്യമില്ലാത്ത മനുഷ്യനായിട്ട് യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് ചില യവനന്മാർ വന്ന് പറയുമ്പോൾ, അത് പോയി അന്ത്രയോസിനോട് പറഞ്ഞിട്ട് അന്ത്രയോസിനെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കൽ പോകുക. അത്രമാത്രം ധൈര്യമില്ലാത്ത ഒരു ഫിലിപ്പോസിനെ ശക്തിയോട് ഉപയോഗിക്കുക. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോസ്തലരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ പോകുവാൻ ധൈര്യമില്ലാത്ത ആ മനുഷ്യൻ യേശുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് ഒരു വലിയ പട്ടണത്തിൽ പ്രസംഗിപ്പാൻ ഇടയായിത്തീർന്നു. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയല്ലേ? ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ശക്തി തന്റെ മേൽ വന്നപ്പോൾ തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ഒരു പേഴ്സൺ ആക്കി മാറ്റി. ഒരു
വ്യക്തിയെ അപ്രോച്ച് ചെയ്യുവാൻ, ഒരു വ്യക്തിയെ സ്തോത്രം ഹല്ലേലൂയ അപ്രോച്ച് ചെയ്യുവാൻ ഒരു ധൈര്യമില്ലാത്ത ഫിലിപ്പോസിനെ ഒരു പട്ടണത്തിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ തന്നെ കർത്താവ് ബലപ്പെടുത്തിയെങ്കിൽ അത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ മേൽ വന്നപ്പോഴാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ഒരു പട്ടണത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, ഞാൻ സേവിക്കുന്ന കർത്താവ് ക്രിസ്തുവാണ്, ആ ഏക ദൈവമാണെന്ന് താൻ ക്രിസ്തുവിനെ കുറിച്ച് ശമരിയ പട്ടണത്തിൽ പ്രസംഗിപ്പാനിടയായിരുന്നു. മാത്രമല്ല ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയല്ല, തന്നിലൂടെ ഹല്ലേലൂയ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കുക, തന്നിലൂടെ അടയാളങ്ങൾ നടക്കുക. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ അശുദ്ധാത്മാക്കൾ പുറത്തുപോയ പക്ഷവാതക്കാർ സൗഖ്യം പ്രാപിക്കുക. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മുടന്തർ സൗഖ്യം പ്രാപിക്കുക. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ആമേൻ. അതുപോലെ തന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. നോക്കിക്ക് എത്ര കാര്യങ്ങൾ ഒരു മനുഷ്യനിലൂടെ കർത്താവ് ചെയ്തെടുക്കുക. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നിലൂടെ ചിലർ സന്തോഷിക്കും. ഹല്ലേലൂയ. അതൊരു ദൈവിക ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. നീ അനേകർക്ക് ഒരു സന്തോഷമായി മാറും, നീ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവൻ സ്തോത്രം കർത്താവിന്റെ ദൂതൻ സെഖര്യാവിനോട് ആലോചന അറിയിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഒരു സന്തോഷമായി മാറണം. നീ മറ്റുള്ളവർക്കൊരു വേദനയല്ല, നീ മറ്റുള്ളവർക്കൊരു ഭാരമല്ല, മറിച്ച് നീ ഒരു സന്തോഷമായി മാറണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്തുകൊണ്ട്? ഫിലിപ്പോസ് ചെന്നതുകൊണ്ട്, ഫിലിപ്പോസിലൂടെ ചില അത്ഭുതങ്ങൾ നടന്നുകൊണ്ട്. അതെ ആ മെൻസുറും നിനക്ക് വേണ്ടി ചിലർ വെയിറ്റ് ചെയ്യുക, ഫിലിപ്പോസിന് വേണ്ടി. ഹല്ലേലൂയ. ഫിലിപ്പോസിലൂടെ നടക്കേണ്ട അത്ഭുതങ്ങൾ അത് തന്നിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. താൻ എന്ന് സമർപ്പിച്ചിറങ്ങിയോ ആ ശമരിയ പട്ടണത്തെ പിടിച്ചടക്കുവാൻ ഒരു ദൈവിക അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തന്നിലൂടെ ചില പക്ഷവാതക്കാർ, തന്നിലൂടെ ചില മുടന്തർ സൗഖ്യം പ്രാപിച്ചു. ചില അശുദ്ധാത്മാക്കൾ ബാധിച്ചവരിൽ നിന്ന് ഒരു വിടുതൽ അവർക്ക് ലഭിക്കാൻ ഇടയായിത്തീർന്നു. തന്നിലൂടെ ചില അത്ഭുതങ്ങൾ നടന്നു, തന്നിലൂടെ ചില അടയാളങ്ങൾ നടന്നു. താൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് തൻ്റെ ആ ശബ്ദത്തിൽ നിന്ന് ഉറപ്പായിട്ടും അനേകർ വിടുവിക്കപ്പെടുവാൻ ഇടയായിരുന്നു. നമ്മുടെ നാവ്, നമ്മുടെ ആരോഗ്യം, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമുക്ക് നൽകുന്ന ഓരോന്നും അത് കർത്താവിന്റെ നാവ് മഹത്വത്തിനായി തീരട്ടെ. ആമേൻ. അതിലൂടെ ചിലതൊക്കെ വിടുവിക്കപ്പെടണം, ചിലരൊക്കെ രക്ഷയിലേക്ക് കടന്നു വരണം. ആമേൻ. സന്തോഷം നഷ്ടപ്പെട്ട മേഖലകളിൽ ഒരു സന്തോഷം പകരുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. ഇവിടെ ഫിലിപ്പോസിലൂടെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായിട്ട്, ഒരു ഷീമോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കടന്നു വരുന്നതായിട്ടും, സ്തോത്രം ഹല്ലേലൂയ, ശിഷ്യന്മാർ തലയിൽ കൈവച്ച് ആമേൻ അഭിഷേകം പ്രാപിക്കും, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അപ്പോൾ താൻ അവിടെ പണം കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ്. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് 26-ാമത്തെ വാക്യത്തിൽ പറയാ, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഒരു വലിയ സ്വതം ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് ദൂതൻ തന്നോട് പറയുക, നീ എഴുന്നേറ്റ് തെക്കോട്ട് ഗസയ്ക്കുള്ള ആമേൻ സ്തോത്രം നിർജ്ജന പ്രദേശത്ത്, യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തിലേക്ക് പോകുക. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ വലിയ ഒരു ഉണർവ് നടക്കുമ്പോഴും തനിക്ക് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവവുമായിട്ട് തനിക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഉണർവിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ആമേൻ സ്തോത്രം പക്ഷവാതക്കാർക്ക് വിടുതൽ നടക്കുന്നതും മുടന്തർക്ക് സൗഖ്യം പ്രാപിക്കുന്നതും ഇതൊക്കെ കണ്ടിട്ട് അതിനകത്ത് ആമേൻ സ്തോത്രം ലയിച്ചിരിക്കുകയല്ല ഫിലിപ്പോസ്. തനിക്ക് കർത്താവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ആമേൻ സ്തോത്രം ദൈവവുമായിട്ട് നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം, കർത്താവുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. സ്തോത്രം. ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് പോക. ഇത് മനസ്സിലാക്കുവാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. ഒരു വലിയ പട്ടണത്തെ താൻ കർത്താവിലേക്ക് നയിക്കുമ്പോൾ തനിക്ക് വേണമെങ്കിൽ അത് പറഞ്ഞ് സന്തോഷിച്ച് അവിടെ ഇരിക്കാം. കർത്താവെ, ഞാൻ ചിലതൊക്കെ ചെയ്തു, കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചിലതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയല്ല. അവിടെ ദൈവത്തിന്റെ ദൂതൻ തന്നോട് സംസാരിക്കുമ്പോൾ താൻ അവൈലബിൾ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ നാം ഇന്ന് കർത്താവിന്റെ ശബ്ദം കേൾപ്പാൻ അവൈലബിൾ ആണോ?
ഹല്ലേലൂയ. കർത്താവുമായിട്ട് ഒരു അഭേദ്യമായ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നത് കൊണ്ടല്ലേ ആ ദൈവശബ്ദം ഫിലിപ്പോസിന് കേൾപ്പാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എത്ര ഉയർച്ചയിലൂടെയും ഏത് സന്തോഷം നിറഞ്ഞ മേഖലയിലൂടെയും നമ്മൾ കടന്നു പോയാലും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളൊന്ന് ശോധന ചെയ്യണം. നമ്മൾ നമ്മെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട്, കർത്താവേ, എനിക്ക് ദൈവശബ്ദം കേൾപ്പാൻ കഴിയുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. ജീവിതത്തിന്റെ സുഖമുള്ള നേരങ്ങളിലും, ആമേൻ, പ്രയാസം നിറഞ്ഞ മണ്ഡലങ്ങളിലും എനിക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് ഹല്ലേലൂയ, ദൂതൻ തന്നോട് സംസാരിക്കുക. ഹി വാസ് അവൈലബിൾ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. താൻ അവൈലബിൾ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. കർത്താവിന് അറിയാം, ഫിലിപ്പോസ് എനിക്ക് വേണ്ടിയുണ്ട്, ഫിലിപ്പോസ് എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ എപ്പോൾ സംസാരിച്ചാലും അത് കേൾക്കുവാൻ ഒരു ഫിലിപ്പോസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോൾ സംസാരിച്ചാൽ അത് കേൾക്കുവാൻ ഒരു ഫിലിപ്പോസ് ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ താൻ പറഞ്ഞു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ അത് മതി എന്ന് പറഞ്ഞൊരു മനുഷ്യനാ. പക്ഷേ ഹല്ലേലൂയ, ദൈവത്താൽ ഒരു രൂപാന്തരം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, തന്റെ അവസ്ഥകൾക്ക്, തന്റെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിന് ഒരു മാറ്റം വരുവാൻ ഇടയായിത്തീർന്നു. താൻ കർത്താവിന് വേണ്ടി അവൈലബിൾ ആയിട്ട് നിൽപ്പാൻ ഇടയായിത്തീർന്നു. താൻ മാത്രമല്ല, തന്റെ തലമുറകളെ താൻ അത് അങ്ങനെ തന്നെ ആമേൻ, സ്തോത്രം, വാർത്തെടുക്കുവാൻ, അവരെ അങ്ങനെ തന്നെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പറഞ്ഞ് പഠിപ്പിച്ചെടുക്കുവാൻ തനിക്ക് കർത്താവ് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹി വാസ് അവൈലബിൾ ഫോർ ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര പേർ കർത്താവിന് വേണ്ടി ഇന്ന് അവൈലബിൾ ആണ്? പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അവൈലബിൾ ആണ്? പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിക്കുക, നീ എനിക്ക് വേണ്ടി അവൈലബിൾ ആണോ? ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ആത്മസാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? ദൂതൻ പറയുക, വലിയ ഉണർവ് നടക്കുമ്പോൾ, വലിയ സന്തോഷം ആ പട്ടണത്തിൽ ഉണ്ടാകുമ്പോൾ, ജനമൊക്കെ ഒരുപക്ഷെ ഫിലിപ്പോസിന്റെ അടുക്കലായിരിക്കും. സ്തോത്രം. നീ ഇത്ര വലിയൊരു വ്യക്തിയല്ലേ, അവൻ നിന്നിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ, പലരും വന്ന് ഫിലിപ്പോസിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുക. പക്ഷെ ആ സമയത്തും ദൂതൻ സംസാരിക്കുന്നത് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമ്മിൽ എത്ര പേർക്ക് അത് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. കഴിയുന്നില്ല എങ്കിൽ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. നമ്മൾ എവിടെ ഡൈവേർട്ട് ചെയ്യേണ്ട മേഖലകളുണ്ടോ, നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഉദ്ദേശം, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് കയറി ചെല്ലുവാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിലൂടെ അത് നിറവേറിയോ ഇല്ലയോ? സ്വതന്ത്രം ഇല്ല എങ്കിൽ ഇന്ന് രാത്രികാലം സമർപ്പിക്കാൻ കഴിയട്ടെ. അതെ, കർത്താവ് വാർത്തെടുക്കുവാൻ പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മെ പണിതെടുപ്പാൻ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രികാലം ഒരു വലിയ ദൈവ സാന്നിധ്യം പകരപ്പെടുകയാണ്. ഞാൻ ആത്മാവിൽ അത് കാണുകയാണ്. ചിലരുടെ ജീവിതത്തിൽ കർത്താവിന് നിങ്ങളെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പലപ്പോഴും ക്ഷീണിച്ച് തളർന്നവരായിരിക്കും. എന്നാൽ കർത്താവിന് രാത്രികാലം വീണ്ടും വചനത്തിലൂടെ പറയുക, ഫിലിപ്പോസിനെ എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്നെയും എനിക്ക് ഉപയോഗിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. നമുക്കൊന്ന് സമർപ്പിക്കാൻ കഴിയുമോ? ഫിലിപ്പോസ്, he was available. Philip was available for God. Amen. Sotram. Hallelujah. വലിയൊരു ഉണർവ് നടക്കുമ്പോഴും ദൂതൻ തന്നോട് സംസാരിക്കുകയാണ്. അത് തനിക്ക് മനസ്സിലാകുവാൻ ഇടയായിട്ടുണ്ട്. അതിനെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. സ്വതം 29 വാക്യത്തിൽ, ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. താൻ ആ സ്ഥലത്തിലേക്ക്, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ സ്ഥലത്തിലേക്ക് പോയി. താൻ അവിടെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ഒരു ഷണ്ണനെ കാണുന്നുണ്ട്. ആമേൻ, സ്തോത്രം. പക്ഷേ അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകുകയിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവൻ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആത്മാവ് ഫിലിപ്പോസിനോട് പറയുക, നീ തേരിനോട് ചേർന്ന് നടക്ക. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് നടക്ക. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയുള്ള ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവഹിതപ്രകാരം നമ്മൾ ഒരു മേഖലയിലേക്ക് കാല് വെക്കുമ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവൻ നീ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ തന്നെ നടന്നുകൊള്ളുവിൻ എന്നൊരു ഇമ്പകരമായ ശബ്ദം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് ശോധന ചെയ്തിട്ട് നമ്മൾ ചോദിക്കണം, കർത്താവ്, എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ഇന്ന് രാത്രികാലം സമർപ്പിപ്പാൻ ഇടയാകട്ടെ. കർത്താവ് നമ്മോട് സംസാരിപ്പാൻ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും, ഇഫ് there is anyone, ആരെങ്കിലും എൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാനുണ്ടോ? ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിൽ തുറക്കാനുണ്ടോ? ഞാൻ അവൻ്റെ കൂടെ വന്ന് അത്താഴം കഴിക്കും. കർത്താവ് നമ്മോട് കൂട്ടായ്മ ആചരിപ്പാൻ ആഗ്രഹിക്കുക. കർത്താവിന് നമ്മോട് അവൻ സംസാരിപ്പാൻ ആഗ്രഹമുണ്ട്, മനസ്സുണ്ട്. കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നീ എന്ന് സമർപ്പിക്കുന്നു, അടിയനിതാ എന്നോടൊന്ന് സംസാരിക്കണമേ, അടിയനിതാ എന്നോടൊന്ന് സംസാരിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഇടിവിൽ നിൽപ്പാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, മധ്യസ്ഥയാണപ്പാൻ ഒരു വ്യക്തി അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല എന്ന് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് അന്വേഷിക്കുമ്പോൾ ആമേൻ, നമ്മളൊക്കെ നമ്മുടെ കാര്യത്തിൽ മാത്രം ഏർപ്പെട്ട് നമുക്ക് വേണ്ടി ചിലതൊക്കെ അധ്വാനിച്ചുണ്ടാക്കി
നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണോ, അതോ കർത്താവിന് വേണ്ടി നമ്മൾ അവൈലബിൾ ആണോ? കർത്താവിന് വേണ്ടി നമ്മൾ അവൈലബിൾ ആണോ? ഇന്ന് രാത്രികാലം ഒന്ന് ശോധന ചെയ്യുവാൻ കഴിയട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇല്ല എങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ കർത്താവിന് വേണ്ടി അവൈലബിൾ ആണ്. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിൽപ്പാൻ, രാജ്യത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവം എന്നിലൂടെ ആഗ്രഹിക്കുന്നതിന് വേണ്ടി ഞാൻ അവൈലബിൾ ആണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇവിടെ ഫിലിപ്പോസിനോട് ആത്മാവ് പറയുക, നീ തേരിനോട് ചേർന്ന് നടക്കുക. ഇത് തനിക്ക് മനസ്സിലാകുവാൻ ഇടയായിത്തീർന്നു. താൻ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. സ്തോത്രം. താൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ആ വ്യക്തി പറയുക, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. സ്വന്തം ഈ ഫിലിപ്പോസ് തന്നോട് ചോദിക്കുക, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഫിലിപ്പോസ് ആ തേരിൽ കയറിയിരുന്നിട്ട് തനിക്ക് മനസ്സിലാക്കി കൊടുക്കുക, തന്നോട് പറഞ്ഞു കൊടുക്കുക. സ്വന്തം ഒരു കാലഘട്ടത്തിൽ ഓർത്തുകൊള്ളണം, അവൻ സ്വന്തം, ഹല്ലേലൂയ, യേശുവിൻ്റെ അടുക്കൽ പോലും പോകുവാൻ അവൻ ധൈര്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഈ ഫിലിപ്പോസ്. പ്രൈസ് ദി ലോർഡ്. അന്ത്രയോസിനോട് പറഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കൽ പോയ ഈ ഫിലിപ്പോസ് ഇന്ന് അവൻ സ്വന്തം ചോദിക്കുക, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ടോ? സ്വന്തം ഒരു ഹല്ലേലൂയ വ്യക്തിയുടെ സപ്പോർട്ട് ഇല്ലാതെ ആമേൻ സ്വന്തം ധൈര്യത്തോടെ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ, ആ ശമരിയ പട്ടണത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഫിലിപ്പോസിന് കഴിഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ, നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്തത്, നമ്മുടെ ചിന്തയ്ക്കകത്ത് ഒതുങ്ങാത്തത്, നമുക്ക് പോലും ഹല്ലേലൂയ ആമേൻ സ്വന്തം വിശ്വസിപ്പാൻ കഴിയാത്തത് കർത്താവിന്റെ ആത്മാവിന് നമ്മളിലൂടെ ചെയ്തെടുപ്പാൻ കഴിയും. ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ച ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മളിലൂടെ കർത്താവിന് ചില പദ്ധതികളുണ്ട്. ലെറ്റ്സ് ബി അവൈലബിൾ ഫോർ ഗോഡ്. കർത്താവിന് വേണ്ടി ഒന്ന് അവൈലബിൾ ആയിട്ട് നിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ്, ഞാനുണ്ട്, ഞാൻ അങ്ങേക്ക് വേണ്ടി അവൈലബിളാ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ. ഇന്ന് രാത്രികാലം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങൾ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നല്ല സമയത്തിനായ ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, കേൾക്കപ്പെട്ട നല്ല ദൈവിക ആലോചനയ്ക്കായി നന്ദി. ദൈവസഭയെ ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ കർത്താവിന് വേണ്ടി അവൈലബിൾ ആയിട്ട് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. അതിനായി ഞങ്ങളെ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ഒരു ഫിലിപ്പോസിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തി മാറ്റിയെടുത്തതുപോലെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഒരു പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചതുപോലെ കർത്താവെ, അങ്ങയുടെ ജനത്തെ അങ്ങ് ഉപയോഗിക്കണമേ. അവരിലൂടെ അനേകർ വിടുവിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു സന്തോഷമായി മാറട്ടെ. ആ പഠനത്തിൽ വളരെ സന്തോഷമുണ്ടായതുപോലെ ഞങ്ങളിലൂടെ കർത്താവ്, ഞങ്ങൾ കാൽ ചവിട്ടുന്ന ദേശത്ത് ഒരു സന്തോഷമുണ്ടാകട്ടെ. ഞങ്ങൾ കാൽ ചവിട്ടുന്ന മേഖലകളിൽ ഒരു ദൈവീക സാന്നിധ്യം വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഓർത്തുന്ന ദൈവം ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഒരു വിഷാദത്തിലേക്ക് കർത്താവ് നയിക്കണമേ. അതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സെഷനിൽ കർത്താവ് ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകളെ കർത്താവ് അങ്ങ് നന്നായി അറിയുന്നു. അങ്ങയുടെ പ്രവൃത്തി, അവരുടെ വിഷയങ്ങളും സ്വർഗ്ഗമേ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അത് ചെയ്യുന്നത് ഓർത്തുന്നാണ് പ്രാർത്ഥന കേട്ടു സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വശംസ വിഷയമില്ല പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും അവസരം ഒരുക്കി തന്ന പ്രിയ ആൻറ്റിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.